നമസ്കാരം, എല്ലാവർക്കും മലയാളീസ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സാംസങ് ഗാലക്സി M30 റിവ്യൂ ആണ്. അപ്പം റിവ്യൂ അല്ല, അൺബോക്സിങ് വീഡിയോ ആണ്. ഇതിൻ്റെ റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി M സീരീസിലെ M30. നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണിത്. എൻ്റെ ചാനലിൽ തന്നെ ആദ്യത്തെ ഒരു മൊബൈൽ ഫോൺ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നിങ്ങളിത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് ഇനി ഇതുപോലുള്ള മൊബൈൽ ഫോൺ അൺബോക്സിങ് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. നമുക്കിന്ന് അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടെ കട്ട വെയിലാണ് ഗൈസ്, അതുകൊണ്ട് റിവ്യൂവും കൂടെ ചെയ്യാൻ കഴിയില്ല. അകത്തൊരു ബോക്സാണ്. ഈ ബോക്സിനകത്ത് വേറൊരു ബോക്സ്, പിന്നെ അതിനകത്ത് ചെറിയൊരു ബോക്സ്. ഇതൊരു ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഗൈസ്. ഈ ടെമ്പേർഡ് ഗ്ലാസ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തായിരുന്നു. ഗൈസ്, ഇതിനകത്താണ് നമ്മുടെ ഐറ്റം, അതായത് നമ്മുടെ സാംസങ് ഗാലക്സി M30 ഇരിക്കുന്നത്. ഗൈസ് നല്ലൊരു, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ്. കാണാൻ കഴിയും. നമുക്ക് ഫോണൊന്ന് മാറ്റി വയ്ക്കാം, നമുക്ക് ബോക്സിനുള്ളിലേക്ക് പോവാം. പിന്നെ വരുന്നത് കുറേ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് എന്ന് പറഞ്ഞ കുറേ ബുക്കുകളാണ്. അതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. പിന്നെ ബോക്സിലൊരു ചാർജർ, ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ ഒരു ഡേറ്റ കേബിൾ, USB Type-C ആണിത്. പിന്നെ ബോക്സിൽ ഒന്നും തന്നെ ഇല്ല. ഒരു സിം ഇജക്ടർ ഉണ്ട് ഗൈസ്, തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് വരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. വീഡിയോ ചെറുതായതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ കൂടെ ചെയ്യാത്തത്. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ട്രിപ്പിൾ ക്യാമറ, ഫ്രണ്ടിലൊരു ചെറിയ നോച്ച് വരുന്നുണ്ട്. സ്പീക്കേഴ്സ് എല്ലാം സൈഡിലായിട്ടാണ് വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ.